ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ നാളത്തെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ എല്ലാ കഥകളും തുറന്നു പറയുന്നുണ്ട് മുത്തശ്ശിയോട്. മുത്തശ്ശിയെ സ്നേഹിച്ചതും നല്ല പോലെ നോക്കിയ അലീന തൻ്റെ സ്വന്തം കൊച്ചുമോളാണ് എന്നറിയുന്ന മുത്തശ്ശി ഞെട്ടുന്നുണ്ട്. പിന്നീട് രോഹിത്തും ബബിതയും രഞ്ജുവും ഹരിയും കൂടി സംസാരിക്കുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ അച്ഛനും കൊച്ചച്ഛനും അലീനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. വല്യച്ഛൻ വന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കുന്നു. അതേസമയം ടോണിയെയാണ് കാണിക്കുന്നത്. ടോണിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാണ് ഗ്രേസമ്മ അച്ഛനെ ലാൻഡ് ഫോണിൽ വിളിച്ചത് എന്നാണല്ലോ പറഞ്ഞത്. അത് പ്രകാരം ടോണി വന്നതും എല്ലാ വിശേഷങ്ങളും അച്ഛൻ പറയുന്നുണ്ട്. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ഒരാൾ വന്ന് അന്വേഷിച്ചു പോയി, ബിസിനസ് കാര്യത്തിനാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടോണി പറഞ്ഞു, ഇത് ബിസിനസ് കാര്യമൊന്നുമല്ല, വേറെന്തോ കള്ളത്തരമാണ് എന്ന്. ഏതായാലും മാമച്ചനും രേവതിക്കുട്ടിയും ടോണിയെ അന്വേഷിച്ച് വീട്ടിലെത്തി. അവർ ടോണിയെ കണ്ടതും ഷെറിനെ പറ്റിയും ഷെറിനുണ്ടായ കുട്ടിയെ പറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ടോണി പറയുന്നത്, കുഞ്ഞിനെ പറ്റിയൊന്നും എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ രേവതിക്കുട്ടി വിടാൻ ഭാവമില്ല. അവൾ പിന്നെയും ചോദിച്ചു, ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ പറ്റുമോ എന്ന്. അന്നേരം ടോണി പറയുന്നത്, ടോണിയും ഷെറിനുമായുള്ള കല്യാണത്തിന് ശേഷം ആ കുഞ്ഞു ഉണ്ടായിരുന്നു, ഓർഫനേജിൽ നിന്നും മാറ്റി എന്നാണ്. എങ്ങോട്ടാ മാറ്റിയത് എന്നറിയോ എന്ന് രേവതിയുടെ ചോദ്യത്തിന് ദേഷ്യം വരുന്നുണ്ട് ടോണിക്ക്. എന്തിനാ തെരഞ്ഞു പിടിച്ച് വളർത്താനോ എന്ന് കേട്ടതും രേവതിക്കുട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് പ്രമോ ആയി കാണിക്കുന്നത്. ഇനി രേവതിക്കുട്ടി ഓരോന്ന് കിള്ളി കിള്ളി ചോദിച്ച് ടോണിയോട് ആ വിവരങ്ങളും അറിയും എന്നാണ് തോന്നുന്നത്. അത് വരും എപ്പിസോഡുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് പ്രമോ വിശേഷങ്ങൾ. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.